PM ശ്രീ പദ്ധതി ഈയിടയ്ക്കാണ് നമ്മുടെ മന്ത്രി ശിവൻകുട്ടി ഒപ്പിട്ടത്. അതിൽ PM ശ്രീയുടെ MOUയിൽ ഒപ്പിട്ടത്. ഈ ധാരണാപത്രം ഒപ്പിട്ട ശേഷം നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പും PM ശ്രീയിൽ ഭാഗമായി. അതേസമയം ഈ ധാരണാപത്രം ഏത് നിമിഷം വേണമെങ്കിലും എനിക്ക് റദ്ദാക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ ശിവൻകുട്ടി പറയുന്നത്. എത്ര വിഡ്ഢിത്തമായിട്ടുള്ള ജഡിലമായിട്ടുള്ളൊരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തുന്നത് എന്നുള്ളത് മാത്രമേ പറയാനായി സാധിക്കുകയുള്ളൂ. കാരണം MOU ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നൊരു മടങ്ങിപ്പോക്കില്ല. നിങ്ങൾ രാജ്യത്തിൻ്റെ വലിയൊരു പദ്ധതിയിൽ ഭാഗമായിരിക്കുകയാണ് എന്നുള്ളതാണ്. അവിടെ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് മടങ്ങിപ്പോകുന്നത്? മടങ്ങിപ്പോയാൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ പറയാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ. ഇനി PM ശ്രീയിൽ നിന്ന് കേരളം മാറി നിന്നാൽ എന്താണ് സംഭവിക്കുക? കേരളത്തിലെ കുട്ടികൾ അല്ലെങ്കിൽ കേരളം സമ്പൂർണ്ണമായി മാറി നിന്നാൽ, ഈ പദ്ധതിയിൽ ചേരാതിരുന്നാൽ എന്താണ് സംഭവിക്കുക? അതിൻ്റെ ഇമ്പാക്റ്റ് വരാൻ പോകുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെ സ്കൂളുകളിൽ കിട്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ കേരളത്തിൽ കിട്ടില്ല. വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യത്തിൽ നിന്ന് പിന്നോക്കം കേരളം പോകുന്ന സാഹചര്യം ഉണ്ടാകും. പോരാത്തതിന് രാജ്യതലത്തിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടാകുമ്പോൾ കേരളം അതിൽ ഉൾപ്പെടില്ല. ദേശീയ മൂല്യനിർണ്ണയ സർട്ടിഫിക്കേഷൻ സിസ്റ്റങ്ങളിൽ കേരളത്തിന് പങ്കുണ്ടാകില്ല. NEET അതായത് നീറ്റ്, JEE തുടങ്ങിയ പരീക്ഷകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എക്സ്പോഷർ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇങ്ങനെയുള്ള പല പ്രതിസന്ധികളും നേരിടേണ്ടി വരുമെന്നുള്ളതാണ്. ഇപ്പോഴിതാ ഈ PM ശ്രീയിൽ നിന്ന് കേരളം പുറകിലേക്ക് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓർമ്മ വരുന്നത് CAA പോലുള്ള വിഷയങ്ങളാണ്. CAA യഥാർത്ഥത്തിൽ എന്താണ് CAAയിൽ സംഭവിച്ചത്? ഈ CAA കേന്ദ്ര നിയമമാണ്. ഈ കേന്ദ്ര നിയമം നടപ്പാക്കില്ല എന്ന് കേരളം പറഞ്ഞുവെങ്കിലും കേരളം പഞ്ചപുച്ഛമടക്കി നടപ്പാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം രാഷ്ട്രപതി ഒപ്പിട്ട ഒരു ബില്ല്, ആ ബില്ല് ഇവിടെ നടപ്പാക്കിയില്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കസേര തെറിക്കുമെന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് തുടരാൻ സാധിക്കില്ല, അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകേണ്ടി വരും. ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് GSTയും ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞെങ്കിലും കേന്ദ്രത്തിന് അതിൽ വീറ്റോ പവറുണ്ട്. GSTയിൽ നമ്മുടെ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്തെക്കാട്ടിലും എത്രയോ വലുതാണ്, അൺലിമിറ്റഡ് ആയിട്ടുള്ള പവറാണ് കേന്ദ്രത്തിനുള്ളത് എന്ന് കൃത്യമായിട്ട് കേരളം മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല എങ്കിലും ഞങ്ങളാണ് വലിയ ആൾക്കാരെന്ന് കാണിച്ച് 10 സുഡാപ്പി വോട്ടുകൾക്ക് വേണ്ടി ഇത് അവരെ സുഖിപ്പിക്കാനുള്ളൊരു വഴിയായിട്ടേ നമുക്ക് കാണാനായി സാധിക്കുകയുള്ളൂ. ഇനി PM ശ്രീ സംസ്ഥാനങ്ങൾക്ക് PM ശ്രീയിൽ ചേരാതിരിക്കാം. ചേരാതിരുന്നു കഴിഞ്ഞാലുള്ള പ്രത്യാഘാതങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി ചേർന്നിട്ട് അതിൽ നിന്നും പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതം അതിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എഡ്യൂക്കേഷൻ രംഗം സമ്പൂർണ്ണമായി കേരളത്തിൽ തകർച്ചയിലേക്ക് പോകും. അതുകൊണ്ട് ഇത്തരം വിടുവായത്തങ്ങൾ മന്ത്രി ശിവൻകുട്ടി, ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.